പോകാൻ പോണേ? അപ്പൊ നമ്മൾ ഇന്ത്യൻ പാലറ്റിൽ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു. എല്ലാവരും മനസ്സും വയറും നിറഞ്ഞിരിക്കുവാണ്. അടുത്ത നമ്മള് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ സുസമേരി. സോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോകാൻ പോണേ? നെക്സ്റ്റ് നമ്മള് ഹൈവാത്ത ഹൈലാൻഡ്സിലോട്ടാണ് പോണത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഹൈവാത്ത ഹൈലാൻഡ്സിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കിങ്സ്മാൻ പാർക്കിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഇവിടെ. നമ്മളപ്പോൾ കിങ്സ്മാൻ നടക്കാനും കൂട്ടുകാരായിട്ട് നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോഴേക്കും പച്ചപ്പ് നിറഞ്ഞൊരിത്. ഇത് ആക്ച്വലി ഇവിടെ നമ്മൾ ഇതിൽ കൂടിയാണ് നടന്നു പോണത്. പക്ഷേ ഇതിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴേക്കും ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചു. ഞാൻ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, അവിടെ ഒരു ലേക്ക്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. നമ്മൾ മിക്കവാറും നമുക്ക് അങ്ങോട്ട് പാത്തുണ്ടോ എന്ന് നോക്കാം. അങ്ങോട്ട് പാത്തുണ്ടെങ്കിൽ നമുക്ക് ലേക്കിൻ്റെ അടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹൈവാത്ത ഹൈലാൻഡ്സിൻ്റെ ഒരു ചെറിയൊരു മാപ്പ് ഉണ്ട്. കണ്ടോ, നമ്മളപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ കിങ്സ്മാൻ പാർക്കിലാണ്. ഇത് ഒരു ട്രെയിലുണ്ട് ഇതിൽ കൂടി. അത് നേരെ വന്ന് നമ്മൾ ഒളിമ്പിക്കിലോട്ട് വേണമെങ്കിൽ പോവാം, ഇന്നൽ ലൂപ്പിൽ പോവാം, ക്രിസ്റ്റലിൽ നമുക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് മേബിൾ ലേക്ക് സ്കീ ട്രെയിലിലോട്ട് പോവാം. ഇത് എല്ലാം കൂടിയതാണ് നമ്മുടെ ഹൈവാത്ത ഹൈലാൻഡ്സ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. അപ്പോൾ 9 AM to 9 PM ആണ് ഈ കിങ്സ്മാൻ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് വരുമ്പോൾ അതുപോലെ പ്ലാൻ ചെയ്ത് തരാം. സോ ദാറ്റ് യു ഗൈസ് ക്യാൻ ലൈക്ക് എക്സ്പ്ലോർ ദ മാക്സ് ഫ്രം ദ ഹൈവാത്ത ഹൈലാൻഡ്സ്. കിങ്സ്മാൻ പാർക്കും ബാക്കി സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. പോകുന്ന വഴി ടാറിട്ടതാണ്. അതിൻ്റെ പക്ഷേ ഇലകളൊക്കെ നിറഞ്ഞ് കുറച്ചൊന്ന് സ്ലിപ്പറിയാണ്. പക്ഷേ ഭയങ്കര ഒരു കെയർ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. പക്ഷേ നോക്കി ഒന്ന് നടക്കണം. അപ്പോൾ ഇതിലേപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് വഴിയേക്ക് പോയെങ്കിലും നമ്മുടെ അലീന എന്നെ നേർവഴി കാണിച്ചെന്ന് നടത്തുകയാണ് ഗൈസ്. നമുക്കപ്പോൾ എനിക്ക് അതെ നമ്മൾ ആ പോയ വഴിയുണ്ടല്ലോ, അതല്ല വഴി. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഞാൻ കാണിച്ചെന്നില്ലേ നിങ്ങൾക്കൊരു ലേക്ക്. ഞാൻ വിചാരിച്ച ആ വഴി പോയാലേക്കും ലേക്കെന്ന് അല്ല, അത് വന്ന് ചേരുന്നതാണ് ലേക്ക്. നമ്മളപ്പോൾ ഇപ്പോൾ ആ ലേക്കിലോട്ടാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ ലേക്കിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മളെ നേരായ വഴി കാണിച്ചുകൊണ്ട് അലീനയും ഫെവയും മുമ്പിൽ പോകുന്നു. ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് ആണ് ഉണ്ടായിരുന്ന സമയത്ത് കാനഡയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ടർട്ടിൽ ഐലൻഡ് ഉണ്ടായിരുന്നു. പിന്നീട് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ മറ്റ് എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീനെ അവർ ഡിവൈഡ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്കാക്കി തട്ടി, അല്ലെങ്കിൽ അവരെ എന്താ പറയുക പല മൂലയ്ക്കായി പോയി, അവർ ഡിവൈഡ് ആയിപ്പോയി. അങ്ങനെ പിന്നീടാണ് കാനഡ എന്ന് പറഞ്ഞിട്ട്, അതിനെയാണ് നമ്മൾ മറ്റേ കാനഡ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സംഭവം നമ്മളവിടെ കണ്ട ടേർട്ടൈസിന്റെ ഒരു ഷേപ്പിൽ അവര് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിന്റെ ഒരു സിഗ്നേച്ചർ സാധനമാണത്. ഓപ്പണായിട്ട് കണ്ട ലേക്കിന്റെ എക്സ്റ്റൻഷനാണിത്. വരുംതോറും മലകളുടെ ഇടയിൽ അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിൽ ആ ഒരു സ്പോട്ടിലോട്ട് വരുമ്പോഴേക്കും കണ്ടോ, ഇതിൻ്റെ ഒരു ചെറിയൊരു എമറാൾഡ് ഗ്രീൻ കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കണ്ടോ. ദ ലേക്ക്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ നമ്മുടെ ലേക്കിൻ്റെ ഒരു പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് വലിയ താഴ്ചയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അകത്തേക്ക് പോകുമ്പോൾ താഴ്ച ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെയധികം നോക്കി ഇതാണ് നമ്മൾ നടക്കുന്ന ഇതൊരു ചെറിയൊരു ഡാമാണ്. കണ്ടോ, പണ്ടത്തെ ഒരു ഡാം. എല്ലാവരും അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാവ്, ഇത് കണ്ടോ, ഇവിടെ നിന്ന് വരുന്ന വെള്ളം നോക്കി നിങ്ങൾ. എൻ്റെ ദൈവമേ,
എത്ര മനോഹരമാണ്, ബ്യൂട്ടിഫുൾ എന്ന് പറയാം, ബ്യൂട്ടിഫുൾ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്. നമ്മളടുത്തത് അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ഇതിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ട്രക്കിങ്. നമ്മളിപ്പോൾ ഒരു മല ഇറങ്ങിയല്ലേ വന്നേ ഗൈസ്, നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയേ ഗൈസ്, എത്ര മനോഹരം. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കറങ്ങി വന്ന ആ ലേക്ക്, ഇപ്പുറത്ത് ആ ലേക്കിൻ്റെ തന്നെ ആ ഒരു എക്സ്റ്റൻഷനാണ്. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ നടുക്കൊരു വഴിയുണ്ട് രണ്ട് സൈഡിൽ കൂടി. എനിക്കിത് ശരിക്കും കാണുമ്പോൾ എന്താ ഓർമ്മ ഉണ്ടോ, പണ്ട് പപ്പട വീട്ടിൽ വൈപ്പിനിൽ പോകുമ്പോൾ പപ്പടത്തിൻ്റെ വീട്ടിലേടി പപ്പട വീട്ടിൽ ഡാഡി ഇത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ വൈപ്പിനിൽ നമ്മൾ പാടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കും. ഈ ചെളിപ്പാടം സൈഡിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ നടുക്കേ കൂടി ഇങ്ങനെ അതുപോലെ, അതെ, കെട്ടിൻ്റെ രീതിയിൽ കൂടി നടക്കണ പോലെയാണ്. എന്തൊരു രസമാണെന്നറിയോ ഇത് കാണാൻ. നോക്കി, കാണാത്ത ലോകം ഞാൻ കാണാത്ത ലോകം ആരും ചേട്ടൻ കാട്ടിത്തരും. അപ്പച്ചൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. അപ്പച്ചൻ ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടല്ലേ കാനഡയിൽ. എങ്ങനെയുണ്ട് അപ്പച്ച നമ്മുടെ നാടും ഇതും കൂടി ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് വന്നത് വെച്ച് ഈ കാറിൻ്റെ ഇടയിൽ കൂടി നടക്കുമ്പോൾ തന്നെ അപ്പച്ചൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു യാത്ര? പിന്നെ ഏകാന്ത വെളികളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ കാണാത്ത ലോകം കാണുമല്ലേ അല്ലേ? അതെ, പറഞ്ഞോളൂ. അപ്പച്ചൻ അപ്പോൾ ഇനി അപ്പച്ചൻ എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? നാട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാണ്ട് കാണാത്ത ലോകം കാണണം, ഇനിയും കാണണം. ഇനി മൊത്തം പറ്റിക്കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് പോയിട്ട് അമേരിക്കയ്ക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്പ് മൊത്തം ഒന്ന് കാണണം. അല്ലേ? പിന്നെ പ്രായം ഒരു തടസ്സം ആവരുത് അല്ലേ? ഇനിയിപ്പോ രംഗത്തിന് വാല്യം ഉണ്ടെന്ന് തോന്നുമല്ലോ ഇവിടെയൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ. ഇച്ചിരിയോടെ മറ്റേ ഇങ്ങനെ ഇരുന്ന് കിടക്കോട്ടെ. അതെ, ബെഞ്ചിരിക്കണ്ടേ, ഇതിൽ കൂടി ഇറങ്ങാൻ പറ്റും നമുക്ക്. കല്ലും അല്ലേ ഇതിലെ വഴിയുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാരും പേടിപ്പിച്ച് നിർത്തിയാണ്. അതെ, പേടിച്ചു പോയി, ഞാനും പേടിച്ചു. ഇതുണ്ടോ ചെറിയ ചെറിയ പെബിൾസ് ഒക്കെ, വലുതും ചെറുതുമായ പെബിൾസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് നോക്കി എന്തൊരു രസമാണ്. നോക്കി ആ ഒഴുകി ഇങ്ങനെ വന്ന വെള്ളം, മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരം. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം നമ്മുടെ ക്രിസ്റ്റൽ ഫോൾസിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്റ്റൽ ഫോൾസ് ഞാൻ പറഞ്ഞില്ലേ, കണ്ടപ്പോൾ തന്നെ അതിമനോഹരമായ വിഷ്വൽസ് എന്ന് പറയാല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ നേച്ചറിൻ്റെത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രത്യേകരമാണെന്ന് ചോദിക്കണതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാരോ പാത്ത് വേ കൂടിയാണ് ഈ വാട്ടർഫോൾസ് വന്നത്. അതും പിങ്ക് ഗ്രാനൈറ്റ് ആണ് ശരിക്കും ആ കല്ലുകളെല്ലാം. അത് ശരിക്കും പിങ്ക് ഗ്രാനൈറ്റ് കൂടി ഒഴുകി വരുന്ന വെള്ളം വന്നിട്ട് ഒരു ചെറിയൊരു പൂള് പോലെ ഇവിടെ കണ്ടോ നോക്കി, ചെറിയൊരു പൂള് പോലെ, ഒരു ടഗ് ബോട്ടിൻ്റെ ഒക്കെ അത്രം വലിപ്പമുള്ളൊരു ചെറിയൊരു പൂളിലോട്ട് വന്ന് വീഴുകയാണ്. ആ ഒരു ബ്യൂട്ടി, ആ ഒരു ചെറിയ നാരോ പാത്തിൽ കൂടി വെള്ളം വന്നിങ്ങനെ വീഴുന്നത്. വാവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ഫോൾസ് കഴിഞ്ഞു. നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒരു ട്രക്കിംഗ് തന്നെയാണ് ഗൈസ്. സോ നമുക്ക് നമ്മുടെ ട്രയൽ പതുക്കെ നമുക്ക് കയറാം. ഭയങ്കര റഫായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നല്ല
ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്ന് വിചാരിച്ചാലും വരുന്നത് അടിപൊളി ഫുഡും കഴിക്കുക, മനസ്സും നിറയ്ക്കുക, വയറും നിറയ്ക്കുക, മനസ്സും നിറഞ്ഞിട്ട് നിങ്ങൾക്ക് സൂസൻ മേരിയിൽ നിന്ന് സന്തോഷമായിട്ട് പോവാം. ഓക്കെ, ഞാനപ്പോൾ ഫോണിപ്പോൾ എടുത്ത് വയ്ക്കുകയാണ്. കാരണം ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടും തെന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി 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 നമ്മൾ മുകളിലെത്തിയിട്ട് ഞാൻ കാണിക്കാം. കണ്ട ബിൽസി ചേച്ചിയൊക്കെ അവിടെ എത്തി. നമ്മളിതിങ്ങനെ നമ്മുടെ പിങ്ക് ഗ്രാനൈറ്റ് ക്രിസ്റ്റൽ ഫോൾസിൻ്റെ ഇന്ന് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ, നമ്മളിവിടെ വരെ എത്തി. നമ്മളപ്പോൾ ഇനി അവിടെ വരെ കൂടി ഉണ്ട്. ലെറ്റ്സ് ഗോ ഗായ്സ്. നമ്മളങ്ങനെ മുകളിലെത്തി ഗായ്സ്. നമ്മളിത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളങ്ങനെ മുകളിലെത്തി. എല്ലാവരും ഷെറിൻ ചേച്ചി എത്താണ്. ഷെറിൻ ചേച്ചി എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കയറി നമ്മൾ വൈറ്റ് ട്രാക്ക് ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ പാസ് ചെയ്തു. അക്ഷയ് നമ്മളെവിടെയാണ് അക്ഷയ്? എടാ അതെല്ലാവർക്കും അറിയാം, അതിലെവിടെയെന്ന്. ഗൈസ് ഫൈനലി നമ്മൾ എല്ലാം കയറി നമ്മുടെ ട്രെയിനിൻ്റെ ലാസ്റ്റ് നമ്മൾ മെയിൻ റോഡിലെത്തി. എവിടെന്നോ നമ്മൾ കയറി, എവിടെയോക്കെയോ പോയി, എവിടേക്കോ നമ്മൾ എത്തി. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്? ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല നമ്മൾ പോകുന്നത്. പക്ഷേ അങ്ങനെ ഫൈനലി നമ്മളിനി നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസ് ഏട്ടന് ബസ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഗ്രേസ് ഏട്ടന് ഇപ്പോൾ ബസ്സും കൊണ്ട് വരും. അപ്പോൾ എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? നല്ല ഇപ്പം നമ്മൾ റോഡിലെത്തി കൂടെ വന്ന ആള് ശരിയല്ലായിരുന്നു. ആ ആള് നമ്മളെ ഇപ്പം രക്ഷപ്പെട്ടു. ഇപ്പം റോഡിലെത്തി ആരും കുഴപ്പമില്ല. എല്ലാം കൂടെ വന്ന ആള് നമ്മളെ വഴി തെറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ആരാ വഴി തെറ്റിച്ചേ? അരുൺചേട്ടൻ നമ്മളെ വഴിയൊന്നും ഇടയ്ക്ക് വെച്ച് തെറ്റിച്ചായിരുന്നു. പക്ഷെ നമ്മൾ അവസാനം എത്തി, ഇവിടെ എത്തി, റോഡിലെത്തി. ഇപ്പം ഇനി കുഴപ്പമില്ല, ഇനി നടന്നാണേലും ഇല്ല. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ബസ് ഓടിക്കും. അപ്പോൾ ജിസ്മോൻ ചേട്ടൻ നല്ല ടയേർഡായി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞാനാണ് ബസ് ഓടിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ പോകുന്നത് സൂസൻ മേരി കനാലിലോട്ടാണ്. പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇത് US ബോർഡറാണ്. നമുക്ക് ഇവിടെ നിന്ന് US ബോർഡർ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ നമുക്ക് US കടക്കാൻ പറ്റും. സൂസൻ മേരി വഴി നമുക്ക് US-ലോട്ട് കടക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബോർഡറിലാണ് ആക്ച്വലി ഈ സൂസൻ മേരി കനാലുള്ളത്. നമ്മളപ്പോൾ സൂസൻ മേരി കനാലെത്തി. ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തെ ഈ സൈഡല്ല കേട്ടോ, ആ കാണുന്ന സൈഡ് USA ആണ് ആക്ച്വലി. നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ സൂസൻ മേരി കനാൽ, കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സൂസൻ മേരി കനാലിലാണ് വന്നേക്കണത്. ഇതാണ് കനാല്. അത് കണ്ടോ, ആ ബ്രിഡ്ജ് കണ്ടോ നിങ്ങൾ? ആ ബ്രിഡ്ജ് കടന്നാണ് നമ്മൾ US-ലോട്ട് പോണത്. ആ ബ്രിഡ്ജ് കടന്ന് നമ്മൾ US-ലോട്ട് എടുത്തു. അപ്പുറത്ത് നമ്മുടെ US ആണ്. ഇത് നമ്മളപ്പോൾ ഇവിടെ സൂസൻ മേരി കനാൽ വരെ വന്നേക്കുവാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് US-ൻ്റെ കുറച്ച് ഇതൊക്കെ കാണാൻ പറ്റും. കനാൽ കണ്ടോ ഗൈസ്? സോ ലെറ്റ്സ് സീ കനാൽ ഫസ്റ്റ്. ഇത് നോക്കി, ഇതാണ് കനാലാണിത്. നോക്ക്. അപ്പോൾ ഈ സൂസൻ മേരി കനാൽ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അക്സ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അല്ലേ അക്സേ? ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു വ്യത്യാസം കണ്ടോ? അതെന്താ അക്സേ? ഇവിടെ വെള്ളം കൂടുതലും അവിടെ വെള്ളം കുറവ്. ഇതെന്താ ഈ കനാൽ ഒന്ന് പറഞ്ഞു? നമ്മുടെ പനാമ കനാലൊക്കെ പോലെ തന്നെയാണ് ഇത്. ഇവിടെ കണ്ടോ വെള്ളം കൂടുതൽ, ഇവിടെ വെള്ളം കുറവ്. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ? നല്ല ക്രിസ്റ്റൽ ബ്ലൂ കളർ. നോക്കി, ഞാൻ ഈ ഒരു കളർ നമ്മുടെ ടൈറ്റാനിക് സിനിമയിലാണ് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ ഞാനിത് ഇപ്പോഴാണ് എന്താ ഇത് കാണുന്നത്. അപ്പോൾ ഈ കനാൽ എന്താണെന്നും ഇത് സൂസൻ മേരി കനാൽ എന്താണെന്നും നമുക്ക് അക്സ പറഞ്ഞു. അക്സയെ പറയാം. ഇത് ലേക്ക് ഹ്യൂറോൺ ആണെന്ന് തോന്നുന്നു, ഓർ മേ ബി സുപ്പീരിയർ, എനിക്കറിയില്ല. അത് രണ്ട് ലേക്കാണ്.
ആ ടണൽ അല്ലേ, ആ ടണൽ ക്ലോസ് ആവും. ക്ലോസ് ആവും, ഷിപ്പ് അവിടെ നിൽക്കും. ഓക്കെ, അത് ഇവിടെ നിൽക്കും, എവിടെ ഒരു ടണലുണ്ട്. ഓക്കെ, സോ അപ്പം അത് ക്ലോസ് ആയി കഴിയുമ്പോൾ ഇവിടെയുള്ള വെള്ളം അങ്ങോട്ടേക്ക് കുറച്ച് ഓപ്പൺ ചെയ്ത് സെയിം ലെവലിലേക്ക് എത്തിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ വെള്ളം എത്തിക്കുന്നു. ഇപ്പം ഇവിടെ കുറവാണ്, അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് എത്തിക്കും. സെയിം ലെവലാകും. ഓക്കെ. സോ അപ്പോൾ ഷിപ്പ് സെയിം ലെവലാകുമ്പോൾ ഷിപ്പിന് അങ്ങോട്ടേക്ക് പോവാം. സോ സിമ്പിൾ. കുറച്ചും കൂടി നല്ല അറിവ് വേണമെങ്കിൽ പ്ലീസ് വാച്ച് സം ഗുഡ് യൂട്യൂബ് വീഡിയോസ്. സോ അത് പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഇവിടെ ഒരു ഡോറുണ്ട്. അതിൻ്റെ ഒരു പുള്ളി പോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് പോലത്തെ ഒരു മെക്കാനിസം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡോറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അക്സ പറഞ്ഞ പോലെ ഇവിടെ വെള്ളം ഇതിൽ കൂടി, ആ ഡോറിൽ കൂടി ആയിരിക്കും വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് ഷിപ്പിനെ ലിഫ്റ്റ് ചെയ്ത് സെയിം ലെവലാക്കിയിട്ടായിരിക്കും അവർ കൊണ്ടുവരുന്നത്. എന്ത് രസമല്ലേ? കാണുന്ന പോലെ ഒരു ട്രെയിലല്ല ഇത്. ആക്ച്വലി എനിക്ക് പോകാൻ ഇച്ചിരി പേടിയുണ്ട്. ബിക്കോസ് ഇത് ഒരു ആർച്ച് പോലെ കാട്, കുറച്ചൊരു 2 minutes നമുക്ക് നടക്കണം അതിൻ്റെ അകത്തുകൂടി. ഭയങ്കര ഇരുട്ടായിരിക്കും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സൺസെറ്റ് ഭയങ്കര നേരത്തെ ഉണ്ട്. ഭയങ്കര ഡാർക്കാണ് ഗൈസ്. ഡാർക്ക് സീൻ മോനെ. തെന്നി അടിച്ച് വീണ അതിലും വലിയ സീൻ വേറില്ല. ആണെന്ന് തോന്നുന്നു. ഓക്കെ. ബീവർ. യെസ്, ബീവർ ഡാമാണ്, നാച്ചുറൽ ഡാം മേക്കറാണ് ബീവർ. ഓക്കെ. ബീവർ മരം മുറിച്ചിങ്ങനെ വെള്ളത്തിന്റെ അതിന്റെ അടിയിലാണ് ബീവറിന്റെ കൂട്. ഓ, അപ്പോൾ അത് ആക്ച്വലി നാച്ചുറലി ഒരു ഡാം ഉണ്ട്. നാച്ചുറൽ എഞ്ചിനീയർ എന്നാണ് ബീവറിനെ പറഞ്ഞത്. അപ്പം നാച്ചുറലായിട്ട് ബീവർ ഉണ്ടാക്കിയ ഒരു ഡാമാണത്. ഇവിടെ അവിടെ ചെറുതുണ്ടായിരുന്നു. ഓ, ഇതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കണത്. ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ മാളങ്ങൾ. അത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അവിടെ. ഓ, കണ്ടോ ഗൈസ്, ഇത് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ മനുഷ്യരുണ്ടാക്കിയതേ അല്ല. അതൊരു നാച്ചുറൽ ഡാമാണ്. ബീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എഞ്ചിനീയറാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ബീവർ മരം വെച്ച് ഉണ്ടാക്കിയ ഒരു ഡാമാണത്. When you enter Whitefish Island, leave your footprints and not your garbage. Come on, നമുക്ക് നമ്മുടെ footprints, Let's keep our footprints. പക്ഷേ നമ്മളിപ്പോൾ അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതായിരിക്കും? ഫോളിൽ വന്നേക്കും നല്ലത് അല്ലേ? ഒരു പല കളേഴ്സ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ഒക്ടോബർ അല്ലേ? ഇല്ല, സ്റ്റാർട്ടിങ് സെപ്റ്റംബർ. 2 weeks ബിഫോർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ മിഡ് ആയിരുന്നു. സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഒക്ടോബർ മിഡ് സെറ്റപ്പ് നിങ്ങൾക്ക് അവിടെ നോക്കുവാണെങ്കിൽ ഒരു ഹട്ട് കാണാം. നോക്കി ഗൈസ്, മരങ്ങളുടെ ഇലയൊക്കെ മൊത്തം കൊഴിഞ്ഞിട്ട് നോക്കി. ശരിക്കും ഈ ഒരു ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഞാൻ കണ്ടേക്കണം ഗെയിംസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സീനുണ്ട്. നമുക്കൊരു മിഷനുണ്ട്. പണ്ട് കമാൻഡോസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിമിലൊക്കെയാണ് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ കണ്ടേക്കണേ. ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടതാണ്. സോ ഈ സാൽമൺ അവർ ഇതിൻ്റെ സമയത്ത് എന്താണ് അതിനെ പറയണം, അവർ ബ്രീഡിങ്ങിൻ്റെ സമയത്ത്, പക്ഷെ അതിനൊരു വാക്കുണ്ട് ഗൈസ്. അവർ ആ ടൈം ആകുമ്പോൾ സാൽമൺ സ്പോൺ ടൈമിന് ഇവർ എന്തുവാ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും. അതിന് സാൽമൺ റൺ എന്നാണ് പറയുന്നത്. അങ്ങനെ പോയി അവർ സ്പോൺ ചെയ്ത് കഴിയുമ്പോഴേക്കും തിരിച്ചു വരും. തിരിച്ചെങ്ങനെയോ അവർ പിന്നെ വന്ന് പിന്നെ അവർക്ക് ലൈഫില്ല. അവരുടെ ലൈഫ് ചെറിയൊരു ലൈഫാണ്. ഇങ്ങനെ കല്ലുകളിൽ വന്ന് ഇങ്ങനെ ഇടിച്ച് ചത്ത് കിടക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ 2 വലിയ സാൽമണിനെ കാണും. പിന്നെ ആ സാൽമൺ എന്താണേലും അങ്ങനെ പോകുന്ന സാൽമൺ നമുക്ക് കഴിക്കാനും പറ്റില്ല. ആ സാൽമണിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നോക്ക് എന്തൊരു രസമാണ്. നോക്കി കണ്ടോ, ആ ബ്രിഡ്ജ് നേരെ പോയി. അത് നോക്കി, അത് US നിങ്ങൾ US ഫ്ലാഗ് കാണുന്നുണ്ടോ? നോക്ക്, നമ്മളിപ്പോൾ കാനഡയിൽ നിന്നുകൊണ്ടും US-നെ കാണുകയാണ് ഗൈസ്. Real beauty. Hi guys, അമേരിക്ക വളരെ ബ്യൂട്ടിഫുൾ ആണ്. മാസാണ്. അമേരിക്ക ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്.
വെൽക്കം. ഗായ്സ്, നിങ്ങൾ കാനഡയിലാണോ? നിങ്ങൾക്ക് US വിസ ഇല്ലേ? എന്നാലും US കാണണോ? ഇന്നാ കാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സുസമേരി ട്രിപ്പ് നമ്മൾ കഴിയാണ്. ലാസ്റ്റ് നമ്മുടെ സ്പോട്ടായിരുന്നു. നമുക്ക് എല്ലായിടത്തും സുസമേരിയുടെ പോകാൻ പറ്റിയില്ല, ബട്ട് നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ അത്ര നമ്മൾ പോയി മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ. ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ, ബെൽ ബട്ടൺ നിൽക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് കമൻറ്റ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.